ഹായ് ഹലോ സലു ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ സൽമാൻ. ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കുറേ പേര് കണ്ടായിരുന്നു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. അതിനൊക്കെ ഒരു ബിഗ് താങ്ക് യു. അതിൽ എനിക്ക് കുറച്ച് നല്ല ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 3 ഫീഡ്ബാക്കാണ് മെയിനായിട്ട് കിട്ടിയത്. ഒരെണ്ണം ഐ കോണ്ടാക്ട് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ സംസാരിക്കുന്നതിടയിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു ഐഡിയ എന്ത് പറയും, അടുത്തൊരു സെന്റൻസ് എന്ത് പറയും എന്ന് ആലോചിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ബേസിക്കലി അത്. അപ്പോൾ അത് ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോലും അറിയാതെ കണ്ണ് തെറ്റി മാറിപ്പോകുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, എൻ്റെ കൈ കൊണ്ട് ഞാൻ തല തടവുന്നു, മുഖം ഇങ്ങനെ തടവുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും ചെയ്യില്ല, ഡിസ്ട്രാക്ഷൻസ് ആണെന്ന് പറഞ്ഞു. അതും അഗെയിൻ ഞാൻ പോലും അറിയാതെ വോളണ്ടറി ആയിട്ട് വരുന്നതാണ്. ഞാൻ മാക്സിമം അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. മൂന്നാമത് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരേ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതും എനിക്ക് ഈ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത എന്ത് പറയണമെന്ന് അറിഞ്ഞിടാത്തപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ 3 കാര്യം ഞാൻ ഏതായാലും ശ്രദ്ധിക്കാം. അപ്പം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം, ഇന്നലെ രാത്രിയോട്ട് ഞാൻ ആലോചിക്കുകയാണ് നാളെ എന്ത് പറയും. ഇതുവരെ എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ലായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ത് പറയും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അതാണ് ഇന്ന് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് എന്ത് സംസാരിക്കും എന്നുള്ളൊരു ടോപ്പിക് എനിക്ക് കിട്ടുന്നില്ല. കുറേ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇന്നത്തെ ഡേറ്റ് ഇന്ന് 31 ഡിസംബർ 2018, ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ്. അപ്പം എന്തുകൊണ്ടും ഇതിന് പറ്റിയൊരു ആപ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 2019 ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പുതിയൊരു വർഷം തുടങ്ങുമ്പോഴത്തേക്ക് അവർ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും. അവർ ഈ ഒരു വർഷം ഇങ്ങനെ ചെയ്യും, ഈ ഒരു കാര്യം അവർ ചെയ്തിരിക്കുമെന്നൊക്കെ ഉള്ളത്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2019 നമ്മളങ്ങനെ വലിയ ദീർഘവീക്ഷണത്തിൽ വലിയ സ്വപ്നങ്ങൾ ആലോചിച്ച് കൂട്ടിക്കോ. പക്ഷെ എന്നാലും അതിലുപരി ഏറ്റവും അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ 2018 ഇതേപോലെ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കാന്ന് പറഞ്ഞ് ജാനുവരി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ റിസൾട്ട് എന്തായി എന്നൊരു തിരിഞ്ഞു നോട്ടം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം, ഇന്ന് ഏറ്റവും നല്ല സമയം എന്ന് വെച്ചാൽ രാത്രി എല്ലാ ജോലിയൊക്കെ തീർന്ന് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇരിക്കുക. ഇരുന്നൊരു 5 മിനിറ്റ് സ്വന്തമായിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആ ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുക. എന്നിട്ട് ആലോചിക്കുക, ഈ ഒരു വർഷം എന്തൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുത്തു, ആ തീരുമാനങ്ങൾ എടുത്ത ശേഷം അതിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി, അതിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി. നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങൾ ഇനിയും നമുക്ക് ആവശ്യമുള്ളതാണോ, ഇനിയും നമ്മൾ തുടരണോ? നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിലപ്പെട്ട നഷ്ടങ്ങളാണെങ്കിൽ അതെങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം? നമുക്കിപ്പോൾ പല ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പല വിലപിടിപ്പുള്ള നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് നമുക്ക് എങ്ങനെ തിരിച്ച് നേടാമെന്നുള്ള ചിന്തകൾ. അപ്പം ഇതായിരിക്കണം നമ്മൾ ഈ ഒരു ദിവസം, അതായത് ഈ 31/12/2018 നമ്മൾ എടുക്കേണ്ട തീരുമാനം. അതായത് നമ്മൾ ഇതുവരെ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി, ആ നഷ്ടങ്ങൾ നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കുന്നു, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി അതെങ്ങനെ നമ്മൾ തുടരുന്നു. അപ്പം ഈ ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻട്രോസ്പെക്ഷൻ. അതായത് ആക്ച്വലി ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇൻട്രോസ്പെക്ഷൻ ഒരു ഭാഗം മാത്രമാണ്. ഇൻട്രോസ്പെക്ഷനിൽ മെയിനായിട്ട് നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. അതായത് നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ നമ്മൾ കൈവരിച്ചു, നമ്മൾ എന്തൊക്കെ ദുശീലങ്ങൾ നമ്മൾ കൈവരിച്ചു, അത് നമ്മൾ എങ്ങനെ മാറ്റാം എന്നുള്ള തീരുമാനങ്ങൾ. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നിരുന്ന് അതിൻ്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബുക്കും ഒരു പേപ്പറും എടുത്തിട്ട് ഓരോ മാസം എടുക്കുക. ജാനുവരിയിൽ ചെയ്ത കാര്യങ്ങൾ, ഫെബ്രുവരിയിൽ ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ ഓരോ മാസം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ, നമുക്കുണ്ടായ സന്തോഷ നിമിഷങ്ങൾ നമ്മൾ വീണ്ടും റീകളക്ട് ചെയ്യാൻ നമ്മൾ നോക്കും. നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കും. അപ്പം അങ്ങനത്തെ ഒരു കാര്യം, ഒരു സന്തോഷം നമുക്ക് തരുന്നതായിരിക്കും. അപ്പം നമ്മൾ മാക്സിമം ആ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കാര്യങ്ങളിലേക്ക് പോവുക. പിന്നെ ഇനി പറയാനായിട്ട് എന്തുണ്ട്, ഇതാണ് എനിക്ക് പ്രശ്നം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്, ആദ്യം പറയാത്ത തലയിൽ നിറച്ച ഐഡിയ ആയിരിക്കും. ഓക്കെ, ഇത് പറയണം പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കാണ് ഐഡിയ പെട്ടെന്ന് എല്ലാം ഡ്രെയിൻ ഔട്ട് ആവും. അയ്യോ, ഇനി എന്ത് പറയുന്നുള്ളത്. അപ്പം എനിക്ക് വേറെ ഒന്നും ഇല്ല പറയാനായിട്ട്. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഉള്ളത് ഇൻട്രോസ്പെക്ഷൻ, നന്നാവുക. നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ബേസിക്കലി റിക്വസ്റ്റ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയാണ്. നിങ്ങളായിട്ട് എനിക്കൊരു ടോപ്പിക് തരാണെങ്കിൽ എനിക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ മാക്സിമം കോൺട്രവേഴ്ഷ്യൽ അല്ലാത്ത ടോപ്പിക്കുകൾ തരാതിരിക്കുക. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ടോപ്പിക് തന്നായിരുന്നു, പക്ഷെ നല്ല ബെസ്റ്റ് ടോപ്പിക്കായിട്ട് പിന്നെ അതിലേക്ക് അതിലോട്ട് കയറണ്ടെന്ന് വിചാരിച്ച് പിന്നെ മാറ്റി വെച്ചതാണ് കേട്ടോ.
അപ്പം കുറച്ചുകൂടെ സിമ്പിളായിട്ട് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ തരികയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എനിക്ക് സോറി ഇങ്ങനത്തെ തെറ്റുകൾ, അതായത് എൻ്റെ 3 ഡിഫക്ട്സ്, ഇപ്പം ഇന്നലെ കണ്ട വീഡിയോ 3 ഡിഫക്ട്സ് ആണ് പോയിന്റ് ഔട്ട് ചെയ്ത. 3 ഡിഫക്ട്സും ഞാൻ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഇന്ന് മാക്സിമം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കൈകളുണ്ട് മാക്സിമം ഒന്നും ചെയ്യാതെ അടക്കി നിർത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഐഡിയാസ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നെ ഒരു വിശ്വാസം അല്ലേ. അപ്പം നമുക്ക് ഈ വർഷത്തെ ലാസ്റ്റ് എപ്പിസോഡാണിത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം, എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇനി അടുത്ത വർഷം 2019 പുതിയ എപ്പിസോഡായിട്ട് കാണാം. അതുവരെ ബൈ.